പ്രീസ് ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിയമങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒന്നും തെളിയിക്കാൻ പോകരുത്. നിയമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുറ്റവും ഒരു കുറവും ചെയ്യാതിരുന്നിട്ടും പലപ്പോഴും കുറ്റക്കാരായി തെറ്റുകാരായി നമ്മെ ആളുകൾ സമൂഹമൊക്കെ വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് വിഷമങ്ങളുണ്ടാകും, വേദനയുണ്ടാകും, മാനസികമായി നാം പ്രയാസപ്പെടും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നും നമ്മൾ തെളിയിക്കാൻ പോകരുത്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കുറ്റമില്ല, കുറവില്ല, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നൊന്നും കർത്താവ് എവിടെയും തെളിയിക്കാൻ പോയില്ല. കർത്താവിനെ വിശ്വസിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് പല കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. പലതിനും കർത്താവ് മറുപടി നൽകുന്നില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ഒരു നാളിൽ നിങ്ങൾ കാണും, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുമ്പോൾ നിങ്ങളത് കാണും. അതായത് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ പറഞ്ഞ് തെളിയിച്ചില്ലെങ്കിലും നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിലും ഒരു ദിവസം എന്താണ് സത്യം എന്നുള്ളത്, ഒരു ദിവസം എന്താണ് ശരിയെന്നുള്ളത് തെളിയുന്ന ഒരു നാഴികയുണ്ട്, ഒരു സമയമുണ്ട്. അതുകൊണ്ട് ഇന്നിനെ ശ്രമിക്കുന്ന മക്കളോട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ കുറ്റം ചെയ്യാതിരുന്നിട്ടും എന്തെങ്കിലും വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റം പറയുന്ന ആളുകൾ, നിങ്ങളുടെ മേളിൽ ആരോപണം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. നിങ്ങളൊന്നും തെളിയിക്കാൻ പോകണ്ട. സമയമാകുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ദൈവം സമയമാകുമ്പോൾ എല്ലാം നേരോടെ ചെയ്യും. യോസേഫിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എവിടെയും താൻ തെളിയിക്കാൻ പോയില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും എൻ്റെ ഭാഗത്ത് സത്യമുണ്ടെന്നും തൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ തനിക്ക് തെളിയിക്കാമായിരുന്നു. താൻ കടന്നുപോയ സാഹചര്യങ്ങളിൽ പോത്തിഫറിൻ്റെ ഭവനത്തിൽ തനിക്ക് തെളിയിക്കാമായിരുന്നു, കാരാഗ്രഹത്തിൽ തനിക്ക് തെളിയിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും യോസേഫ് പോയില്ല. കാരണം തനിക്കൊരു കാര്യം അറിയാം, ദൈവം തൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് സത്യം എന്താണ്, നേരെന്താണ്, ശരി എന്താണ്, അതൊരു ദിവസം തെളിഞ്ഞു വരും. അതുകൊണ്ട് ജീവിതത്തിൽ ചില ഭാരങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വേദനയിലൂടെ, കുത്തുവാക്കുകൾ നിമിത്തം പ്രയാസത്തിലൂടെ ഇന്ന് എന്നെ ശ്രമിക്കുന്ന ചിലരോട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്നും തെളിയിക്കാൻ പോകണ്ട. മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ തെളിയിക്കുവാൻ സമയം അടുത്തിരിക്കുകയാണ്.